കാലത്തിൻ്റെ സഞ്ചാരം തിരിച്ചറിഞ്ഞ് പുത്തൻ പാതകൾ ഒരുക്കി തിരുസഭയെ ശുശ്രൂഷിക്കുന്ന വൈദികരിത ജോഷുവ എന്ന ഈ പ്രോഗ്രാമിൻ്റെ ചിത്രങ്ങളെ വർണ്ണാഭമാക്കുന്നു. ക്രിസ്തുവിൻ്റെ പ്രകാശം പകരുന്നതിൽ ഈ വൈദികർ അഭിമാനിക്കുന്നു. ഇത് ഫാദർ ജോസഫ് പുതിയത്ത് CST. കുട്ടികൾക്കിടയിലും യുവജനങ്ങൾക്കിടയിലും അനേകം പ്രേഷിത ശുശ്രൂഷകൾ വഴി സുവിശേഷത്തിൻ്റെ വെളിച്ചം പകരുന്ന ഒരു വൈദികൻ. നിലമ്പൂരിനടുത്ത് ചാത്തമ്മുണ്ടയിൽ CST സഭയുടെ നോവിഷ്യേറ്റ് ഹൗസിലെ നോവിസ് മാസ്റ്ററായും പ്രദേശത്തെ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ ആത്മീയ തണലായും അനേകം ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു വൈദികൻ. വൈദികനായതിനുശേഷം തമിഴ്നാട്ടിലെ മിഷൻ സ്റ്റേഷനിൽ ശുശ്രൂഷ ചെയ്ത കാലഘട്ടത്തെക്കുറിച്ചും കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഇടയിലെ തൻ്റെ ശുശ്രൂഷാ ജീവിതത്തെക്കുറിച്ചും ജോസഫ് പുതിയത്തച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ജോസഫ് അച്ഛ, ശാലോം TV ജോഷുവ എന്ന ഈ പ്രോഗ്രാമിൽ അച്ഛനോടൊപ്പമുള്ള രണ്ടാമത്തെ എപ്പിസോഡാണിത്. സ്വാഗതം. അച്ഛൻ്റെ ആദ്യ എപ്പിസോഡിലെ പങ്കുവയ്ക്കലുകൾ വളരെ ഹൃദ്യമായിരുന്നു. മണിമല, കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി രൂപതയുടെ ഭാഗമായ മണിമലയിൽ അല്ലേ, ഇരുമലക്കുളം ഇടവക അംഗമാണ് അച്ഛൻ. മാതാപിതാക്കൾ അപ്പച്ചനും ചാച്ചനും അമ്മയും അതുപോലെ ഒരു അനിയനും 2 അനിയത്തിമാരും, വീട്ടിൽ മൂത്ത മകനാണ് അച്ഛൻ. ഒരുപക്ഷെ 10ാം ക്ലാസ് വരെ ഒരിക്കൽ പോലും വൈദികനാവുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യാതിരുന്ന അച്ഛന് പ്രത്യേകമായി ഒരു ദൈവവിളി പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ വന്ന ഒരു ഡീക്കൻ, കപ്പൂച്ചിൻ സഭയിലൊരു ഡീക്കൻ്റെ സ്വാധീനവും അതിനുശേഷം ആ ഒരു ദൈവവിളി ക്യാമ്പിൽ പങ്കെടുത്താണ്, അസീസിയിൽ ദൈവവിളി ക്യാമ്പിൽ പങ്കെടുത്താണ് അച്ഛൻ്റെ ജീവിതത്തിൽ വലിയൊരു നിർണായക കാര്യം എന്ന് അച്ഛൻ പറയുമായിരുന്നു. അങ്ങനെ കപ്പൂച്ചിൻ സഭയിൽ ചേരാനിരുന്ന സമയത്ത് പ്രത്യേക ഒരു സാഹചര്യത്തിൽ CSTയിൽ പോയി ചേരേണ്ട സാഹചര്യം ഉണ്ടായി. അച്ഛൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. അത് വെറുതെ ഒരു തീരുമാനമല്ലെന്നും ഞാൻ എൻ്റെ സ്വന്തം തീരുമാനത്തിൽ വന്നല്ല, ദൈവം കൊണ്ടുവന്നതാണെന്നൊരു ബോധ്യം അച്ഛന് വളരെ ഭംഗിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈദിക ജീവിത പരിശീലന കാലഘട്ടത്തിലോ വൈദികനായി 15 വർഷമായിട്ടോ ഇന്ന് വരെ അതിനെക്കുറിച്ചൊരു സംശയമോ ഒന്നും അച്ഛനുണ്ടായിട്ടില്ലെന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ പ്രത്യേകം എടുത്തു പറഞ്ഞ ചില കാര്യങ്ങൾ, മാതാപിതാക്കളുടെ സ്വാധീനം, പ്രത്യേകിച്ച് അമ്മയുടെ സ്വാധീനം. അച്ഛൻ പറഞ്ഞ അന്നത്തെ ഒരു പ്രാർത്ഥന ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്, എൻ്റെ അമ്മയ്ക്കുള്ള വിശുദ്ധിയുടെ പകുതിയുടെ 4/1 ഈശോയെ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അച്ഛൻ പറഞ്ഞൊരു കാര്യം. അതുപോലെ അച്ഛനെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന പ്ലേസ്മെൻറ്റ്, സഭയിൽ നിന്ന്, കോൺഗ്രിഗേഷനിൽ നിന്ന് പല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. ആദ്യം ഇന്ന് അച്ഛനായിരിക്കുന്ന നിലമ്പൂരിലെ നോവിഷ്യേറ്റ് ഹൗസിൽ ഒരു സഹായിയായി, അസിസ്റ്റൻ്റായി അച്ഛൻ അവിടെ ആദ്യം ശുശ്രൂഷ എടുത്തു. അതിനുശേഷം അച്ഛൻ്റെ പഠനങ്ങളും B.Ed പഠിച്ചു. മറ്റ് പഠനങ്ങൾക്കൊക്കെ ശേഷം അച്ഛനൊരു 10 വർഷത്തോളം തമിഴ്നാട്ടിലൊരു മിഷൻ പ്രദേശത്താണ് അച്ഛൻ ജോലി ചെയ്തത്. വീണ്ടും ഇപ്പോൾ നിലമ്പൂരിൽ നോവിസ് മാസ്റ്ററായിട്ട് ജോലി ചെയ്യുന്നു. നമുക്കിവിടെ തന്നെ തുടങ്ങാം. അച്ഛൻ്റെ ആ ഒരു തമിഴ്നാട്ടിലെ മിഷൻ പ്രദേശത്തെ ചില അനുഭവങ്ങൾ കൂടി ഒന്ന് പറയാമോ? അച്ഛൻ തുടങ്ങിയിരുന്നു, പ്രത്യേകിച്ച് അവിടെ ചെന്നപ്പോൾ ആരുമില്ല. ഒരുപക്ഷെ കുറച്ച് അപ്പുറത്ത് 10 കിലോമീറ്റർ അപ്പുറത്ത് മാത്രമുള്ള സോണിയച്ഛൻ്റെ ചെറിയൊരു സഹായം, അതൊഴിച്ചാൽ അച്ഛൻ ഒറ്റയ്ക്കാണ് ഓരോ കാര്യങ്ങളും ചെയ്തു വരേണ്ടിയിരുന്നത്. പക്ഷെ 10 വർഷം കൊണ്ട് അവിടെ ഒരു സ്കൂളുണ്ടായി, കാര്യങ്ങളുണ്ടായി എന്നൊക്കെ പറഞ്ഞു. അത്തരം ചില മിഷനിലെ ചില ഓർമ്മകളോ പങ്കുവെക്കലുകളോ ഒന്നും നടത്താമോ? ദൈവപരിപാലനയുടെ വലിയ ഒരു സമയമായിട്ട് ഞാനതിനെ കണക്കാക്കുക. 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്ന് 1 വർഷം കഴിഞ്ഞ് സ്കൂൾ ബിൽഡിങ്ങിൻ്റെ പണിയിൽ ഞാനും സോണിയച്ഛനും ചേർന്നാണ്, ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്തത് ആദ്യ കാലഘട്ടങ്ങളിൽ. അത് കഴിഞ്ഞതിന് ശേഷം മറ്റ് അച്ഛന്മാർ വന്നു. ജോസഫ് ചാമക്കാലച്ഛൻ വന്നു, എൻ്റെ സുപ്പീരിയറായിട്ട് വന്നു. അങ്ങനെ സ്കൂൾ അങ്ങനെ ആദ്യത്തെ വർഷം LKG അങ്ങനെ ഓരോ പ്രാരംഭഘട്ടമായിട്ട് വന്നു. എന്നിരുന്നാൽ പോലും അവിടെ ഉണ്ടായിരുന്ന ചില സാഹചര്യങ്ങൾ ഒരു കത്തോലിക്ക പുരോഹിതന് ഇത്രയും സഭയിൽ വിലയുണ്ടെന്ന് മനസ്സിലായി. എനിക്ക് തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ മനസ്സിലായി എന്ന് കൂടുതൽ വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളും അധികം ഇല്ല. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ റൂമിൽ കയറി വരുമ്പോഴത്തേക്കും അവിടെ കൊച്ചു ത്രേസ്യയുടെ ഈശോയുടെയും സഭാസ്ഥാപകനായ പെരിയ ബഹുമാനപ്പെട്ട ബസീലിയോസ് അച്ഛൻ്റെയും പടമാണ് എൻ്റെ റൂമിൽ വെച്ചേക്കുന്നത്. CSC സഭാസ്ഥാപകനായ പെരിയ ബഹുമാനപ്പെട്ട ബസീലിയോസ് അച്ഛൻ്റെയും പടം വെച്ചിട്ടുണ്ട്. ഈ ആൾക്കാരിനോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇതാരാ, മോളാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കൊച്ചു ത്രേസ്യയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നോട് മോളാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വല്യച്ഛനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ സഭാസ്ഥാപകൻ അച്ഛൻ്റെ അപ്പനാ എന്ന് ചോദിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്രേ അവർക്ക് ഒരു ക്രിസ്തു മതത്തെക്കുറിച്ചും കരുതിനെക്കുറിച്ചും അറിയുള്ളൂ. എന്നാൽ പോലും അവർ ഈ പുരോഹിതനെ അപാരമായിട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ എനിക്ക് ജീവിതത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പലപ്പോഴും പിള്ളേരുടെ ബർത്ത്ഡേയോ
പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും പ്രാർത്ഥന ആവശ്യത്തിൽ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് 5 മണി കഴിയുമ്പോഴത്തേക്കും അച്ഛൻ്റെ അടുക്കലോട്ട് കൂട്ടിക്കൊണ്ട് വരിക. കുടുംബത്തിലുള്ള 3-4 പേരെ കൂട്ടി അവിടെ ഒന്ന് നമ്മൾ പിന്നെ അവർ സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ തീർക്കുക, അവരുടെ വീടുകളിലൊക്കെ പോവുക, അവരോടൊക്കെ ഇടപെടുക. അങ്ങനെയുള്ളൊരു നല്ല ബന്ധം, നല്ലൊരു ബന്ധം അത് എനിക്ക് സാധ്യമായിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റി. അവിടെയൊക്കെ ഒരുപാട് വ്യക്തികളുണ്ട്, ടീച്ചേഴ്സൊക്കെ ഉണ്ട്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ള ഒരുപാട് നല്ല ടീച്ചേഴ്സുണ്ട്. പിന്നെ എൻ്റെ അനിയൻ്റെ പേര് ബിനു എന്നാണ്. എൻ്റെ കൂടെ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള അച്ഛൻ്റെ പേര് ബിനു എന്നാണ്, ഫാദർ ബിനു കിഴക്കേ. ഞങ്ങളൊരു ചേട്ടൻ്റെ അനിയനെയും പോലെ ജീവിച്ചേ. നല്ലൊരു സുഹൃത്ത് ബന്ധം, എല്ലാം പറയാനും അങ്ങനെ ഒരു സ്നേഹത്തോടെ ജീവിക്കാനും സാധിച്ചു. അച്ഛനെ നല്ല എൻ്റെ കൂടെ ഇന്ന് വരെയുള്ള എൻ്റെ കൂടെ റീജൻസിക്ക് വന്നവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ഇപ്പോഴായിരിക്കുന്നവരും എല്ലാവരും എന്നെക്കാട്ടി നല്ലവരാണ് എൻ്റെ കൂടെയുള്ളവരെല്ലാം എന്നൊരു ചിന്ത എനിക്കുണ്ട്. കാരണം വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അവിടെ ആയിരുന്ന സമയത്തും ഒരുപാട് വ്യക്തികൾ നമ്മളെ കാണാൻ വരുന്നു, സംസാരിക്കാൻ വരുന്നു, നമ്മളിങ്ങനെ ഇടപെടുന്നു. അല്ല, വിശുദ്ധ കുർബാനയ്ക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ ആളുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എന്നാലും സന്തോഷപ്രദമായ ഒരു ഇടപെടലുകൾ അവരുടെ ഭാഗത്തുനിന്നും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇന്നും ആ ബന്ധം ഒരുപാട് പേര് കാത്തു സൂക്ഷിക്കുന്നുണ്ട്, വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ അച്ഛാ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. അങ്ങനെ പറയുന്നു. അച്ഛന് മറ്റുള്ളവരെല്ലാം എന്നേക്കാൾ നല്ലവരാണ് എന്ന് അച്ഛൻ പറയുന്നത് കേൾക്കുമ്പോൾ ഇത് ആളുകൾക്ക് വേണമെങ്കിൽ സൂചിപ്പിച്ച് പറയാം, ഇതിനു വേണ്ടി പറയാം. പക്ഷെ അച്ഛൻ അങ്ങനെ പറയുന്നതല്ലെന്ന് അച്ഛനോടുള്ള ഈ ചുരുങ്ങിയ കോൺവെർസേഷനിൽ എനിക്ക് വളരെ ബോധ്യപ്പെട്ടു. അതിന് കാരണം അച്ഛൻ ധാരാളം പേരെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ അവരെൻ്റെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയെന്ന് പലവട്ടം വ്യത്യസ്തരായ ആളുകളെക്കുറിച്ച് പരാമർശിക്കുന്നത് ശ്രദ്ധിച്ച്. അങ്ങനെ സ്വാധീനിക്കണമെങ്കിൽ അച്ഛനൊരു തുറവിയുള്ള ആളായതുകൊണ്ടാണ്, മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ആളായതുകൊണ്ടാണ്, മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ സന്നദ്ധതയുള്ള ആളായതുകൊണ്ടാണ്. ഒരുപക്ഷെ ഇന്ന് നാട്ടിലില്ലാത്തതും മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാനുള്ള ഒരു തുറവിയും സന്നദ്ധതയാണ് നമ്മുടെ നാട്ടിലില്ലാതെ പോകുന്നൊരു കാര്യം. അച്ഛൻ വളരെ ഒരു വ്യത്യസ്തമായൊരു ചോദ്യമാണ്. അച്ഛനോട് ആദ്യം ഒരു മിഷന് പോകാൻ പറഞ്ഞു. മിഷനിൽ പോയി അച്ഛനൊരു സ്കൂൾ പണിതു, ഭംഗിയായിട്ട് പടിപടിയായിട്ട് പണിതു. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം സ്കൂളുണ്ട്. എൻ്റെ നാട്ടിൽ പോലും സ്കൂള് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന സ്ഥലത്ത് സ്കൂൾ വേണോ വേണ്ടോ എന്നൊക്കെ നാട്ടുകാരെല്ലാം 2 വട്ടത്തിൽ പള്ളിയോട് ചേർന്നുള്ള സ്കൂൾ പണിയണോ വേണ്ടോ എന്നൊക്കെ ചർച്ചകൾ നടക്കുന്ന ഒരു സമയം. പക്ഷെ ഒരു ദേശത്തെ മുഴുവൻ അനുഗ്രഹിച്ച സ്ഥലമാണ്, സംശയമില്ല, സ്കൂൾ എന്ന് പറയുന്നത്. നമ്മൾ മിഷനിൽ സ്കൂൾ ചേർന്ന് നടത്തേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ എന്തിനാണ് മിഷനിൽ സ്കൂൾ നടത്തുന്നത്? എന്തായാലും എന്തെങ്കിലും ഒരു ബോധ്യമില്ലാതെ എന്തായാലും നമ്മൾ ആ പണിക്ക് ഇറങ്ങില്ലല്ലോ. എന്താണ് വെച്ചാൽ നമ്മുടെ മിഷൻ പ്രദേശങ്ങളിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സ്കൂളിൽ കൈവയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അതുകൊണ്ടല്ലോ വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഈ സ്കൂള് പ്രസക്തമാണോ, സ്കൂള് വേണോ എന്നുള്ളത്. നമുക്ക് സമൂഹത്തിലേക്ക്, വ്യക്തികളിലേക്ക്, ലോകത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയ ഇത്രയും നല്ലൊരു മീഡിയം ഇല്ല. സ്കൂളിനോളം നല്ലൊരു മീഡിയം ഇല്ല. നമ്മളവിടെ ഒരു 10-15 അല്ലെങ്കിൽ 10-30 കുട്ടികളെ അല്ല പഠിപ്പിക്കുന്നത്. അവരുടെ മാതാപിതാക്കളുണ്ട്, ഒരു വലിയ സമൂഹമുണ്ട്. ആ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും എൻ്റെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ മീഡിയമാണിതുള്ളത്. ഇത് പലപ്പോഴും നമ്മളെന്താ പറയുക, ഈ സ്കൂളുകളിലൊക്കെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇതൊരു വലിയൊരു ബിസിനസ് പരിപാടിയായിട്ട് മാറുന്നത് കൊണ്ടാണ് ഇതിനെ പലപ്പോഴും വിമർശിക്കുന്നത്. ഞാൻ ഓർക്കുന്നു, എന്നെ തമിഴ്നാട്ടിൽ കൊണ്ടാക്കിയത് അന്നത്തെ പ്രൊവിൻഷ്യലായിരുന്ന ഫാദർ ജോസഫ് പുളിന്താനോച്ചനായിരുന്നു. പുളിന്താനോച്ചൻ എന്നെ അവിടെ ആക്കിയിട്ട് ഒരു ചെറിയ, ഞാനും പുളിന്താനോച്ചനും സോണിയച്ചനും മാത്രമുള്ള ഒരു സമൂഹത്തിൽ ആശ്രമത്തിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം നടത്തിയിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞ ഫസ്റ്റ് ബ്ലൂം വെയർ യുവർ പ്ലാന്റഡ്, നട്ടെടുത്ത് പുഷ്പിക്കുക. എന്നെ അവിടെ നട്ടു. അപ്പം അവിടെ ആ സാഹചര്യത്തിൽ നമ്മൾ വളർന്നു വന്നു. അടുത്ത ഒരു സെൻറ്റൻസ് കൂടെ അന്ന് പ്രൊവിൻഷ്യാളച്ചൻ എൻ്റെ ചെവി പറഞ്ഞിട്ടാണ് പോയി. ഈ സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരു കൊച്ച് ഫീസില്ലാത്തത് കൊണ്ട് ഈ സ്കൂളിൽ പഠിക്കാൻ പറ്റുന്നില്ല എന്ന ഒരു ന്യൂസ് പ്രൊവിൻസിൽ കേൾക്കേണ്ടി വരരുത്. ഈ സ്കൂളിൻ്റെ വാതയാനങ്ങൾ എല്ലാവർക്കും വേണ്ടി തുറന്നിടണം, പൈസ ഒരു മാനദണ്ഡമാക്കരുത് എന്ന ഒരു ചിന്ത ആ മനുഷ്യൻ ആദ്യത്തെ ദിവസം തന്നെ, സ്കൂൾ പണിയാൻ തുടങ്ങിയില്ല, കുറച്ച് പില്ലർ കുഴി മാത്രമേ കുത്തിയിട്ടിട്ടുള്ളൂ, അന്നേരപ്പോഴും എന്നോട് പറഞ്ഞിട്ടാ പോയി. ഞാനത് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നുണ്ട്. അത് ഞാൻ തീർച്ചയായിട്ടും പാലിച്ചിട്ടുണ്ട്, ഇന്നും പാലിക്കുന്നുണ്ട്. അവിടെയുള്ള എത്ര കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ടുള്ള വലിയ മീഡിയമാണ് സ്കൂൾ.
ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ പോയി അറിയുകയും കേൾക്കുകയും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇപ്പം ഈ 10 വർഷമായല്ലോ, 10 വർഷമായല്ലോ, ഇപ്പോൾ അവിടെ ക്രിസ്ത്യാനി ആരാണെന്നും അച്ഛൻ ആരാണെന്നും അറിയാം. ഈ ഒരു സാഹചര്യത്തിൽ അറിയാം. ഈ ഒരു ഇതിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ് നമ്മൾ പോകുന്നത്. പലപ്പോഴും ഈ ഇറങ്ങിപ്പോക്കിൻ്റെ ഉദ്ദേശവും ഇറങ്ങിപ്പോക്കിൻ്റെ ആവശ്യകതയും മറന്നു പോകുന്ന സമയത്താണ് നമ്മൾ പക്ഷേ അച്ഛൻ പറഞ്ഞതുപോലെ ഒരു കൊമേഴ്സ്യൽ അല്ലെങ്കിൽ ഒരു വാണിജ്യ അല്ലെങ്കിൽ ഒരു കച്ചവട പരിപാടിയായിട്ട് മാത്രം ഇത് ചിലപ്പോൾ മാറിപ്പോകുന്നത്. തീർച്ചയായിട്ടും. താങ്ക് യു അച്ഛാ. വളരെ കാരണം പ്രത്യേകിച്ച് നല്ല രീതിയിലാണെങ്കിൽ ഒരു നല്ല സംസ്കാരത്തെ പരിചയപ്പെടുത്താം. കർത്താവിൻ്റെ ജീവിത ശൈലിയെ നമ്മുടെ ജീവിതത്തിലൂടെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ തലമുറകൾ നീണ്ടു നിൽക്കുന്ന വലിയൊരു സംസ്കാരത്തെയാണ് ഒരു സ്കൂളിലൂടെ കൊടുക്കുന്നത്. ഒരു കുറിച്ചും പറഞ്ഞ പോലെ കുട്ടിക്കല്ല, മാതാപിതാക്കൾക്ക്, അവരുമായി ബന്ധപ്പെടുന്നവർക്ക്, നാടിന് ഒക്കെ ഒരു അനുഗ്രഹമായി മാറും. നമ്മൾ ഒരു കാര്യം വിസ്മരിക്കരുത്. നമ്മൾ ഒരുപാട് പേര് വിമർശിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് കേരള സംസ്ഥാനം ഇത്ര ഉയരത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മിന്മിലുണ്ടല്ലോ പള്ളിയോട് ചേർന്നുള്ള പള്ളിക്കൂടങ്ങൾക്ക് വലിയൊരു സ്ഥാനമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊരു വലിയ സ്ഥാനമുണ്ട്. ഇപ്പം കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില അറിയത്തില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇപ്പം നമ്മൾ വെറുതെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നു, ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ബിസിനസ്സാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതിൻ്റെ ഈ യാഥാർത്ഥ്യമൊക്കെ ഒന്ന് മനസ്സിലാക്കാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മനസ്സിലാകാതെ പോകുന്ന യാഥാർത്ഥ്യമാണ്. കുറച്ച് എല്ലാ കാര്യങ്ങളും അങ്ങനല്ലേ, ഒരു ആവേശത്തിൻ്റെ വളരെ ചിലരും ക്രിസ്ത്യൻ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ സത്യം മനസ്സിലാക്കുന്നത്. ഇനിയോ അല്ല ബിസിനസ്സായിട്ടുള്ളവരുണ്ടായിരിക്കും, ഉണ്ടെങ്കിൽ അതിനിവിടെ നിയമവും നടപടിയും സഭയും ഒക്കെ ഉണ്ടല്ലോ. കൃത്യമായിട്ട് ഇടപെടലിലൂടെ അത് മാറ്റം വരുത്തും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം അനേകമായിരങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഉൾപ്പെടെ അച്ഛനും തീർച്ചയായിട്ടും അതിനെ എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിദ്യാലയങ്ങളിൽ പഠിക്കാൻ പറ്റിയതിൻ്റെ ഒരു ദൈവാനുഗ്രഹം നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അച്ഛൻ എൻ്റെ ചോദ്യം വീണ്ടും തിരിച്ച് നമ്മൾ ഇന്ന് അച്ഛൻ ഉത്തരവാദിത്വം എടുത്തിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് നിലമ്പൂരാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ള സ്ഥലം. ഈ നിലമ്പൂരിൽ അച്ഛൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നോവിഷ്യേറ്റ് മാസ്റ്ററാണ്. ഒരു സഭയെ കോൺഗ്രിഗേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടുത്തൊരു ജനറേഷനെ അവൻ്റെ ഫോർമേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സമയം അല്ലേ നോവിഷ്യേറ്റ് എന്ന് പറയുന്ന ഒരു പീരിയഡ്. അത്തരം ചില അനുഭവങ്ങൾ എങ്ങനെ ആ ഉത്തരവാദിത്വം പോകുന്നു, എങ്ങനെ ആ ഉത്തരവാദിത്വത്തോട് അച്ഛന് കാര്യക്ഷമമാവാൻ കഴിയുന്നു? എൻ്റെ മനസ്സ് വെച്ച് നോക്കുമ്പോൾ വളരെ നന്നായിട്ട് പോകുന്നു. ഇതെങ്ങനെ പോകുന്നുണ്ടെന്ന് ഞാനല്ലല്ലോ പറയണ്ടേ, അവിടെയുള്ളവരാണ് പറയുന്നത്. ഞാൻ എങ്ങനെയുണ്ട്, എൻ്റെ പരിശീലനം എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ മറ്റുള്ളവരാണ് പറയുന്നത്. എൻ്റെ മനസാക്ഷിയോട് ചോദിക്കുമ്പം ഞാൻ ദൈവത്തിൻ്റെ മുൻപിൽ എന്നെ ഏൽപ്പിച്ച ജോലിയോട് 100% ആത്മാർത്ഥതയും പുലർത്തിയിട്ടുണ്ട്. എന്നെ ഏൽപ്പിച്ച ജോലിയോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, ആത്മാർത്ഥത ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സന്തോഷപ്രദമായിട്ട് നവസന്യാസ ജീവിതം 3-ാം വർഷത്തെ പോകുന്നു. 1-ാമത്തെ വർഷം 11 പേരായിരുന്നു ഉണ്ടായിരുന്നത്, 2-ാമത്തെ വർഷം 7 പേര്, ഈ വർഷം 18 പേരുണ്ട്. നവസന്യാസ ഭവനത്തിലൊക്കെ സാധാരണ ഒരു 10 പേരൊക്കെയാണ് ഒരു മാക്സിമം നമ്പർ വരുന്നത്. ഈ വർഷം ഒരു 18 പേരുണ്ട്. മൊത്തം 3 ബാച്ചും നല്ല ബാച്ചായിരുന്നു. ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പരിശീലനത്തിൽ. ആ പരിശീലനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അവരെ അടുത്തറിയുമ്പോൾ നമുക്കവരെ കൂടുതൽ സഹായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ അവരെ അടുത്തറിയാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു, കൂടെ പ്രാർത്ഥിക്കുന്നു, കൂടെ ജീവിക്കുന്നു, കൂടെ ജോലി ചെയ്യുന്നു. അങ്ങനെ സന്തോഷപ്രദമായിട്ട് പോകുന്നു നവസന്യാസ ജീവിതം. അച്ഛന് ഈ CST സഭയെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് പറയുന്നത് വളരെ നല്ലതായിരിക്കും നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി. സഭയുടെ ഒരു കാരിസം എന്താണ്, സഭ വളരെ ചെറുതായിട്ട് എങ്ങനെയാണ് സഭ രൂപപ്പെടാനുണ്ടായ സാഹചര്യം, സഭയുടെ മധ്യസ്ഥ തീർച്ചയായിട്ടും അച്ഛൻ പല പ്രാവശ്യം പരാമർശിച്ചെങ്കിലും അത് അച്ഛനൊന്നുകൂടെ പറയാമോ? സഭാ മധ്യസ്ഥ വിശുദ്ധ കൊച്ചുത്രേസ്യയാണ്. എറണാകുളം രൂപതയിലെ ഒരു വൈദികനായിരുന്ന തോമസ് പാണാട്ട് എന്ന് പറയുന്ന അച്ഛനാൽ സ്ഥാപിതമായ സഭയാണ് ഈ ചെറുപുഷ്പസഭ. ഗ്രാമോദ്ധാരണ പ്രവർത്തനങ്ങൾക്കാണ് ഈ ചെറുപുഷ്പസഭ ആദ്യകാലഘട്ടങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകിയത്. ഒരു മൂക്കന്നൂർ ഗ്രാമമൊക്കെ പോയി കണ്ടറിയാം. മൂക്കന്നൂർ ഗ്രാമത്തിൻ്റെ ശില്പി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുപുഷ്പസഭാ സ്ഥാപകനായ പെരിയ ബഹുമാനപ്പെട്ട ബസൂലിയസ് അച്ഛനാണ്. ITC ഒക്കെ ഉള്ള അത് ഇപ്പോൾ CST ബ്രദേഴ്സിൻ്റെയാണ്. ബ്രദേഴ്സിൻ്റെയാണ് രണ്ടും. പക്ഷേ ഈ ബസൂലിയസ് അച്ഛനാണ് ഇതിൻ്റെ പിൻപിലുള്ള വ്യക്തി. നമ്മൾ ഗ്രാമോദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. കേരളത്തിൽ 2 പ്രൊവിൻസാണുള്ളത്. ഒന്ന് കോഴിക്കോട് പ്രൊവിൻസും ആലുവ പ്രൊവിൻസും. ഞാൻ കോഴിക്കോട് പ്രൊവിൻസിലെ ഒരു അംഗമാണ്. പഞ്ചാബ്, രാജസ്ഥാൻ ചേർന്ന ഒരു പ്രൊവിൻസ്, ഗോരഖ്പൂർ, നേപ്പാൾ ചേർന്ന് ഒരു പ്രൊവിൻസ്. ഇന്ത്യയിൽ മൊത്തം 4 പ്രൊവിൻസാണ് ഈ സഭയ്ക്കുള്ളത്. ബി ലിറ്റിൽ സെർവ് ദ ലിറ്റിൽ, ചെറുതാവുക, ചെറിയവരോടുകൂടി ആയിരിക്കുക എന്നതാണ് ഈ സഭയുടെ കാരിസം. ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വിശുദ്ധി പ്രാപിക്കുക,
ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത്. വലിയ കാര്യം ചെയ്തിട്ടുണ്ട്. അതാണല്ലോ കൊച്ചു തെരേസ്യയും പഠിപ്പിക്കുന്നത്. അതാണല്ലോ കൊച്ചു തെരേസ്യയുടെ സ്പിരിച്വാലിറ്റി. ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വലുതിലേക്ക് കടന്നു വരിക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്, വലിയൊരു കോൺസെപ്റ്റ്. അങ്ങനെ ഈ സഭ വളരെ ധീരമായ പ്രവർത്തനങ്ങൾ, മിഷൻ പ്രവർത്തനങ്ങളിലായാലും കേരളത്തിലായാലും ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ സഭ മുന്നേറുന്നു. അച്ഛന് ഇപ്പോൾ തന്നെ അച്ഛൻ ആ ഒരു പ്രത്യേകിച്ച് മാനന്തവാടി രൂപതാ പരിധിയിലാണ് നിലമ്പൂർ അല്ലേ, അവിടെ മിഷൻ ലീഗിൻ്റെ മേഖലാ ഡയറക്ടർ കൂടിയാണ് അച്ഛൻ. അത്തരത്തിലൊരു സാധാരണഗതിയിൽ പൊതുവെ ഇടവക വികാരിമാരാണ് അത്തരം ഒരു ഉത്തരവാദിത്തങ്ങളിൽ വരിക. അച്ഛന് ആ ഉത്തരവാദിത്തം വന്നു എന്നത് തന്നെ അച്ഛൻ്റെ ആ അത്തരം ശുശ്രൂഷകളോടുള്ള ഒരു വലിയ താല്പര്യത്തെക്കാൾ ഉപരി അച്ഛന് ദൈവം നൽകിയ ഒരു ക്യാരിസത്തിൻ്റെ പ്രത്യേകത കൂടിയായിരിക്കും. എന്താണ് അച്ഛൻ അത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ, മിഷൻ ലീഗിനെ കുറിച്ചും മിഷൻ ലീഗുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചില ചിന്തകളൊന്ന് പറയാം? അത് നമ്മുടെ ഈ കൊച്ചു തെരേസ്യയുടെ മാതാപിതാക്കളായ ലൂയി മാർട്ടിനെയും സെലിൻ ഗുരിനെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചല്ലോ സഭ. അപ്പോൾ ഈ ലൂയി മാർട്ടിനെയും സെലിൻ ഗുരിനെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ച സമയത്ത് ഞങ്ങൾ ഏതാണ്ട് 33 ഇടവകകളിൽ ഈ ലൂയി മാർട്ടിൻ്റെയും സെലിൻ ഗുരിൻ്റെയും തിരുശേഷിപ്പുമായിട്ട് പോയിട്ട് ഒരു കുടുംബ നവീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് പോയി. അപ്പം നമ്മൾ എല്ലാ ഇടവകകളെയും വളരെ അടുത്ത് പരിചയപ്പെട്ടു. അപ്പം ഇടവകയിൽ മണിമുരളി ഫൊറോന മേഖലാ ഡയറക്ടറാണ് ഞാൻ. അവിടെയുള്ള അച്ഛന്മാർ എല്ലാവരും ഒന്നടങ്കം എൻ്റെ പേര് നിർദ്ദേശിച്ചു. ഞങ്ങളുടെ ഫൊറോന വികാരിയായിരിക്കുന്ന ചാക്കോ മേപ്പുറത്ത്, അങ്ങനെയുള്ള ഒരുപാട് നല്ലൊരു വൈദിക കൂട്ടായ്മയുണ്ട് ഞങ്ങൾക്ക് അവിടെ. അപ്പോൾ അവരെൻ്റെ പേര് നിർദ്ദേശിച്ചു, ഞാൻ ഏറ്റെടുത്തു. പിന്നെ ഒരു സ്കൂളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ കുറച്ചു കാലം ജോലി ചെയ്തല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വിശ്വാസമുണ്ട്, ഈ പിള്ളേരിലൂടെ മാത്രമേ ഈ സഭയിലും സമൂഹത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ഉറച്ച വിശ്വാസമുണ്ട്. ഈ മിഷൻ ലീഗിനോളം നല്ല മനുഷ്യനിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്ന, സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സംഘടനയില്ല. മറ്റുള്ള സംഘടനയൊന്നും ഞാൻ വില കുറച്ച് കാണിക്കുന്നില്ല. ഇത്രയും പ്രാധാന്യമുള്ളത് ഒരു സംഘടനയില്ല. കാരണം പിള്ളേരിലൂടെ നമുക്ക് ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സാധിക്കുന്ന മറ്റൊരു സംഘടനയില്ല. അപ്പോൾ അതിൻ്റെ ഒരു നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. നല്ല പരിധി വരെ നല്ലൊരു ടീമുണ്ട്. മണിമൂളി മേഖലയിൽ നല്ലൊരു ടീമുണ്ട്. അച്ഛന്മാരുടെയൊക്കെ നല്ലൊരു സപ്പോർട്ടുണ്ട്. നല്ല മേഖല എക്സിക്യൂട്ടീവ് ടീമുണ്ട്. ഒരു പരിധി വരെ ഞാൻ കണ്ടിട്ടുള്ള, എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യം, വളരെ എനർജറ്റിക് ആയിട്ടുള്ള യൂത്തുണ്ട്. മിഷൻ ലീഗിൽ കുട്ടികൾ മാത്രമല്ല, അവിടെ മിഷൻ ലീഗിനെ സ്നേഹിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട്. ഇവരെല്ലാവരോടും ഒന്നിച്ചു കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പോകുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്തൊരു പരിപാടിയായിരുന്നു പൊതിച്ചോറെന്ന് പറഞ്ഞാൽ ഓരോ ഇടവകയിൽ നിന്നും നമ്മൾ ഒരു ദിവസത്തെ അരി കളക്ട് ചെയ്യും. അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 കിലോ അരി 2 കിലോ അരിയല്ല, ഈ 10 കിലോ അരിയുടെ ചാക്കുണ്ടല്ലോ, അത് വെച്ച് കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഈ അരി കളക്ട് ചെയ്തിട്ട് നമ്മളുടെ ഇടവക അതിർത്തിയിലെയും ഫൊറോനയിലുള്ള ഓരോ വീടുകളിൽ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്ന വീടുകളിൽ ഈ അരി എത്തിക്കുമായിരുന്നു. ഒരു നല്ല മനുഷ്യരുടെ ഇടയിൽ, വളരെ പിള്ളേരുടെ ഇടയിൽ ഒരു സന്തോഷത്തോടു കൂടി ചെയ്ത ഒരു വലിയ നല്ല കാര്യമായിരുന്നു. അങ്ങനെ ഒട്ടനവധി നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. മിഷൻ ലീഗ് എന്ന് പറഞ്ഞാൽ വ്യക്തിത്വ വികാസനം, അതാണല്ലോ മിഷൻ ലീഗിൻ്റെ. പിന്നെ ദൈവവിളിയെ പരിപോഷിപ്പിക്കുക, ഇത് രണ്ടും ചെയ്യേണ്ടത് നമ്മളിന്ന് ചെയ്തില്ലെങ്കിൽ അടുത്ത തലമുറ നമ്മളെ ചോദ്യം ചെയ്യും. എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദ്യം ചോദിക്കും. അതുകൊണ്ട് നമ്മളതിപ്പം ചെയ്യണം, വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളത് ചെയ്യണം. പക്ഷേ ഈ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നല്ലതായി കഴിയുമ്പോഴത്തേക്കും, ഇപ്പോൾ എനിക്കൊരു മിഷൻ ലീഗിനെക്കുറിച്ച് ഒരു ഈ മീഡിയയിൽ സംസാരിക്കുന്നതുകൊണ്ട് ഉറത്ത് പറയുന്നത്, ഒരു മാറ്റം ഉണ്ടാവട്ടെ. നമ്മുടെ ഈ സംഘടന പലപ്പോഴും ചില മത്സരങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്നുണ്ടോ എന്നൊരു സംശയമില്ലാഴികയില്ല. അതല്ല മിഷൻ ലീഗിൻ്റെ ലക്ഷ്യം, അതൊന്നുമല്ല. മത്സരങ്ങൾ വേണം, പക്ഷേ ഈ മത്സരങ്ങളെക്കാൾ അപ്പുറത്ത്, വ്യക്തിത്വ വികാസനത്തിന് മത്സരങ്ങളൊക്കെ വളരെ നല്ലത് തന്നെ, ഈ മത്സരങ്ങളെക്കാൾ അപ്പുറത്ത് ഈ കുട്ടികളെ ഒരു വളരെ ദൈവാഭിമുഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, സ്നേഹത്തിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു മിഷൻ ചൈതന്യം വളർത്താൻ വേണ്ടിയിട്ട് ഒക്കെ ഈ മിഷൻ ലീഗിന് ഇനിയും കഴിയേണ്ടിയിരിക്കുന്നു. അത്തരമുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ആത്മാർത്ഥമായിട്ട് ഇറങ്ങേണ്ടതും വളരെ ഒരു ആവശ്യമാണ്. അച്ഛൻ പറയുന്ന സമയത്ത് തന്നെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. കാരണം ഒത്തിരിയോ ദൈവവിളികളാണ് മിഷൻ ലീഗിലൂടെയും ഇതിലൂടെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. ധാരാളം ദൈവവിളികൾ മിഷൻ ലീഗിലൂടെ ഉണ്ടായിട്ടുണ്ട്. ദൈവവിളികൾ മാത്രമല്ല,
ധാരാളം ആളുകൾ ഒരു നല്ല പ്രൊഫഷനിലേക്ക്, നല്ല അധ്യാപകരായിട്ട് പല വിധത്തിൽ അവരുടെ പേഴ്സണാലിറ്റിയൊക്കെ വളർന്നു വരാൻ സഹായകമായിട്ടുണ്ട്. വിശ്വാസം വളർത്തുന്നതിൽ, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായ ആളുകളെ മാറ്റുന്നതിലൊക്കെ മിഷൻ ലീഗ് ധാരാളം പങ്കുവഹിച്ചിട്ടുണ്ട്. അച്ഛൻ, എൻ്റെ മറ്റൊരു ചോദ്യം, അച്ഛൻ നമ്മളുടെ മുൻഭാഗത്ത് ആദ്യത്തെ എപ്പിസോഡിൽ അച്ഛൻ പരാമർശിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നു ജപമാല ചെല്ലുന്നതിനെക്കുറിച്ച്. പ്രത്യേകിച്ച് അച്ഛൻ്റെ മിഷൻ സ്കൂളിൻ്റെ ആ പ്രദേശങ്ങളിലൊക്കെ ധാരാളം ടെൻഷൻസൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നെങ്കിലും അച്ഛൻ ഇരുട്ടത്ത് നിന്ന് എല്ലാ ദിവസവും ഞാൻ അങ്ങോട്ട് നോക്കിയൊരു ജപമാല ചെല്ലുമായിരുന്നു. ആ ജപമാല, ഇത്രയും ചെല്ലുന്ന ജപമാല വെച്ച് എൻ്റെ കാര്യങ്ങൾ ഒരിക്കലും ദൈവം തകർത്ത് കളയില്ല, അല്ലെങ്കിൽ തകർന്നു പോകത്തില്ല എന്ന് പറയുന്ന ആ ഒരു ബോധ്യമുണ്ടല്ലോ. അപ്പോൾ ധാരാളം വൈദികർ മാതാവ് എന്തുമാത്രം അവർക്കൊരു സഹായമാണ്, കൂട്ടാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛൻ്റെ വാക്കുകളിലും അത്തരത്തിലൊരു ബോധ്യത്തിൽ നിന്നുള്ളൊരു തീക്ഷ്ണത ഉണ്ടായിരുന്നു. അച്ഛന് കൂടുതലായിട്ട് എന്തെങ്കിലും മാതാവിനെക്കുറിച്ച് പറയാൻ? അമ്മ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ, ഏറ്റവും നല്ല പദം അതല്ലേ, അമ്മയല്ലേ. അമ്മ എന്ന വാക്കല്ലേ നമ്മൾ ഏറ്റവും വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേരും അമ്മയെന്നല്ലേ. അമ്മയെന്ന് വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു ജീവിതത്തിൽ എന്തോ ഒരു സംതൃപ്തിയുണ്ട്. ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയെക്കുറിച്ചാണ്. എൻ്റെ അമ്മയ്ക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടെങ്കിൽ യേശു കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ അമ്മയെ ഈ ലോകത്തിന് മുഴുവൻ അമ്മയായിട്ട് തന്നില്ലേ. ആ അമ്മയെ മുറുകെ പിടിക്കണ്ടേ. ആ അമ്മയെ മുറുകെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുകയല്ലേ. ഞാനിപ്പോൾ ആയിരിക്കുന്ന അവിടെ ഒരു ജപമാല സഖ്യം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഒരു സംഘടനയുണ്ട്. സഖിയോൻ പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട് ഞങ്ങൾക്ക് അവിടെ. ഈ സഖിയോൻ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ജപമാല സഖ്യമുണ്ട്. ജപമാല സഖ്യം, ഈ ജപമാല സഖ്യത്തിലൂടെയൊക്കെ ജപമാല ചൊല്ലാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക. ഈ ജപമാലയുടെ വേണ്ടിയിട്ട് നമ്മളൊരു കൂട്ടായ്മയായിട്ട് പലപ്പോഴും ഗ്രൂപ്പായിട്ട് ചൊല്ലുക, അങ്ങനെ നടന്നുകൊണ്ട് ജപമാല ചൊല്ലുക. അങ്ങനെ പല വിധത്തിലും നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു വളരെ നിർവൃതി ഉണ്ടാകുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഈ വീട്ടിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മളൊക്കെ കിടക്കുന്ന സമയത്ത് കഥ ഒരല്പം തുറന്നാ കിടക്കുന്നില്ല, അമ്മ അവിടെ വീണ്ടും ജപമാല ചൊല്ലുമായിരിക്കും. ഞാൻ സെമിനാരി പോകുന്ന സമയത്ത് ഏതോ ഒരു അച്ഛൻ എൻ്റെ അമ്മയോടും അപ്പനോടും വീട്ടിൽ പറഞ്ഞു, എത്രയും ദയുള്ള മാതാവേ ചൊല്ലണമെന്ന് പറഞ്ഞു. അപ്പം എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥനയ്ക്ക് അവസാനം എത്രയും ദയുള്ള മാതാവേ ചൊല്ലി നിർത്തുന്നത്. ഇന്നും വീട്ടിൽ 2 എത്രയും ദയുള്ള മാതാവേ ചൊല്ലുന്നുണ്ട്. ഒന്ന് എനിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പല സംഭവങ്ങളിൽ നിന്ന് അമ്മ വഴി നടത്തുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയെ മുറുകെ പിടിക്കണം. നമ്മളൊക്കെ ഈ ചെറുതായിരുന്നപ്പോഴേ, വളരെ കൊച്ചു കുട്ടിയായിരുന്ന സമയം നമ്മൾ പള്ളി പെരുന്നാളിന് പോയിട്ടില്ലേ. പള്ളി പെരുന്നാളിന് പോയിരുന്ന സമയത്ത് അവിടെ കാണുന്ന ബലൂണൊക്കെ നമ്മളെ ആകർഷിച്ച് അമ്മയുടെ കയ്യിലല്ലേ അപ്പൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ട് പോകും. അമ്മയൊക്കെ വലിച്ചുകൊണ്ട് പോകും. എനിക്ക് അത് മേടിച്ചതാണ്, എനിക്കിത് മേടിച്ചതെന്ന് പറഞ്ഞ് വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പം ഒരു നിമിഷം നമ്മൾ ഓർക്കുക, ഏതെങ്കിലും ഒരു നിമിഷം അപ്പൻ്റെയും അമ്മയുടെ വിരൽത്തുമ്പേരും നമ്മുടെ കൈപ്പിടി വിട്ടുപോയി. അന്ന് വരെ അവിടെ കണ്ട ഒന്നും നമ്മളെ ആകർഷിക്കുകയില്ല. അവിടെ കൊണ്ട വലിയ ബലൂണ് കാര്യങ്ങളൊന്നും നമ്മളെ ആകർഷിക്കത്തില്ല. എന്ന് പറഞ്ഞതുപോലെ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ച്, തമ്പുരാൻ്റെ വിരൽത്തുമ്പിൽ പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തി, ജപമാല ചൊല്ലി നടക്കുന്ന ഒരു വ്യക്തി, അവൻ്റെ ജീവിതത്തിൽ ദുഃഖിക്കേണ്ടതായിട്ട് വരികയില്ല. സന്തോഷത്തോടെ അവൻ്റെ ജീവിതം മുമ്പോട്ട് പോകും. അത് എൻ്റെ ജീവിതാനുഭവം അതാണ്. എന്നെ കേൾക്കുന്ന ആയിരക്കണക്കിന് പേരും അത് ഉറച്ച് വിശ്വസിക്കുന്ന വ്യക്തികളാണ്. അച്ഛൻ, നമ്മൾ ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തേക്ക് പോവുക. ഞാൻ അച്ഛൻ്റെ ആദ്യ എപ്പിസോഡിൽ അച്ഛൻ ഉപയോഗിച്ച ഒരു പ്രയോഗം വീണ്ടും എൻ്റെ മനസ്സിലെങ്ങനെ തട്ടി വരിക. പ്രയോഗം ഇതാണ്. അച്ഛൻ പറഞ്ഞല്ലോ, ദൈവം വഴി നടത്തുന്നത്, കർത്താവ് എപ്പോഴും വഴി നടത്തുന്നുണ്ട്. കർത്താവ് വഴി നടത്തുന്നത് വ്യക്തികളിലൂടെയാണ്, ചുറ്റുപാടുകളിലൂടെയാണ്. ദൈവം തക്ക സമയത്ത് ഇടപെടും എന്ന് പറഞ്ഞു. അതിന് അച്ഛനൊരു ധാരാളം സംഭവങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അച്ഛൻ പങ്കുവെച്ച ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത്, പട്ടി ഇങ്ങനെ ചുണ്ട് കടിച്ച് പൊട്ടിച്ച് ആ ഒരു സാഹചര്യമാണ്. ഇന്ന് വൈദികനായി അത് ഒരുപക്ഷെ വളരെ കുഞ്ഞുനാളിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് അച്ഛൻ പറഞ്ഞു. വൈദികനായി മുന്നോട്ട് പോകുമ്പോഴും കർത്താവ് കൂടെ നടക്കുന്ന ഒരു അനുഭവം അച്ഛനുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ അച്ഛന് പ്രതിസന്ധികളുണ്ടാവാറില്ലേ, കഷ്ടപ്പാടുണ്ടാവാറില്ലേ, സഹനങ്ങളുണ്ടാവാറില്ലേ? കാരണം ഈ കോൺഗ്രിഗേഷൻ്റെ പ്രത്യേകത തന്നെ കൊച്ചുരേസ്യ പുണ്യവതിയാണ്. ആ ഒരു കോൺഗ്രിഗേഷൻ്റെ മോട്ടോ തന്നെ ചെറുതാവുക, ചെറിയവരോട് കൂടെ ആയിരിക്കുക എന്ന് പറയുന്നതാണ്. എളുപ്പമുള്ള കാര്യമല്ല, ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ സഹനങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാറില്ലേ? അപ്പോൾ എങ്ങനെ അതിനെ അതിജീവിക്കും? നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പരമപ്രധാനമായ കാര്യവും ദൈവാശ്രയ ബോധമാണ്.
ദൈവാശ്രയബോധം. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ മുമ്പോട്ട് പോവുക, ദൈവമാണ് എന്നെ വഴി നടത്തുന്നത് എന്ന ചിന്ത ജീവിതത്തിൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ അഭയം പ്രാപിക്കുക, പരിശുദ്ധ അമ്മയിൽ അഭയം പ്രാപിക്കുക. അത് ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ടാവണം. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ. അപ്പോൾ ചോദിക്കും, ആരായി നല്ല സുഹൃത്ത് ബന്ധം, നല്ലതാണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയുന്നൊരു ചോദ്യം ചോദിക്കും. എനിക്ക് നല്ല സുഹൃത്ത് ബന്ധമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു എനിക്ക് വേണ്ടിയിട്ട് ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലുന്നവൻ അവൻ നല്ല സുഹൃത്താണ്. എനിക്ക് വേണ്ടിയിട്ട് ഒരു നന്മ നിറഞ്ഞ മറിയുമെങ്കിലും ചൊല്ലുന്ന ഒരു വ്യക്തി, അല്ല എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും എന്ന ഒരു വ്യക്തി, അവനൊരു നല്ല സുഹൃത്താണ്. നല്ല അല്ലാത്തൊരു സുഹൃത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. അത് അങ്ങനെയുള്ള ഒരു നല്ല സുഹൃത്ത് ബന്ധം ഉണ്ടായിരിക്കുക. പിന്നെ ജീവിതത്തിൽ എളിമ എന്ന് പറയുന്ന പുണ്യം വളർത്തിയെടുക്കണം. എളിമ, താണനിലത്തെ നീരോടും. അപ്പം അങ്ങനെ ഒരു എളിമ ജീവിതത്തിലുണ്ടെങ്കിൽ തന്നെ നമ്മൾ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ ചെറുതാകാൻ വേണ്ടിയിട്ട് തയ്യാറാകാൻ വേണ്ടി തയ്യാറാവും. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്തുകൊണ്ടാണ് ഇത്രയും സ്വീകാര്യത ഈ ലോകത്തിലുണ്ടായത്? സ്വീകാര്യതയും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ആ എളിമ മനോഭാവം. അദ്ദേഹം മാർപ്പാപ്പ ആയിക്കഴിഞ്ഞപ്പോഴുള്ള എളിയ മനോഭാവമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അദ്ദേഹം വീട്ടിലെന്തായിരുന്നോ അതായിരുന്നു അദ്ദേഹം ഒരു സെമിനാരിക്കാലത്തായിരുന്നത്. സെമിനാരിക്കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്തായിരുന്നോ അത് തന്നെയായിരുന്നു അദ്ദേഹം അച്ഛനായപ്പോൾ എന്തായിരുന്നോ അതായിരുന്നു അദ്ദേഹം മെത്രാനായപ്പോഴും കർദിനാളായപ്പോഴും മാർപ്പാപ്പ ആയപ്പോഴും അത് തന്നെയാണ്. മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ഈ ഒരു ആ എളിമയുടെ തലം ഉണ്ടെങ്കിൽ നമ്മളും സ്വീകാര്യരായി തീരും. മറ്റുള്ളവർ എന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എളിമ കാണിക്കണമെന്നല്ല പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരു എളിമയുടെ തലത്തിലേക്ക്, പിന്നെ സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് കടന്നു വരിക, സ്നേഹിക്കുക. ഈ കൊച്ചു തെരേസ്യ പറയുന്നുണ്ടല്ലോ, സ്നേഹത്താൽ മാത്രമേ വീട്ടപ്പെടുകയുള്ളൂ. സ്നേഹത്താൽ മാത്രമേ വീട്ടപ്പെടുകയുള്ളൂ. ആർക്കെങ്കിലും പണം കൊടുത്ത് ലോകത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? പണം കിട്ടിയാൽ തൃപ്തിപ്പെടുവോ? 10 കിട്ടിയാൽ 100 വേണമെന്ന് ആഗ്രഹം, 100 കിട്ടിയാൽ 1000 വേണം. അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക. അച്ഛൻ്റെ ഈ എളിമയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും, അച്ഛൻ്റെ ജീവിതവും അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ഏറെ സന്തോഷം എനിക്ക് കൊതിയാവുന്നുണ്ട്. കാരണം എനിക്ക് പറ്റാത്തൊരു കാര്യം എളിമപ്പെടാനാണ്. പക്ഷേ എങ്കിലും മാർപ്പാപ്പയെക്കുറിച്ച് അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഞാനൊന്ന് ആവർത്തിക്കുക. കാരണം മാർപ്പാപ്പ എന്നും അങ്ങനെ തന്നെയായിരുന്നു. കാരണം മാർപ്പാപ്പ അർജൻറ്റീനയിലായിരുന്ന സമയത്തും ഒരു ബിഷപ്പായിട്ടും കർദിനാളായിട്ടും റോമിലൊക്കെ വെച്ചും മാർപ്പാപ്പയുടെ അടുത്തിടപഴകിയിട്ടുള്ള ആളുകളെ നേരിട്ട് കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അവരോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് മാർപ്പാപ്പ ഇതുപോലെ തന്നെയായിരുന്നു എന്നും. റോമിലെ ബിഷപ്പായി വരുന്ന കർദിനാളായി വരുന്ന കാലത്ത് താമസിക്കുന്ന സെമിനാരിയിലൊക്കെ താമസിക്കുന്ന ഹൗസിൽ പോലും മാർപ്പാപ്പ കിച്ചണിൽ ജോലി ചെയ്യുന്നവരടുത്ത് പോകുന്നു, ഭക്ഷണം സെർവ് ചെയ്യുന്നവരടുത്ത് പോകുന്നു, എല്ലായിടത്തും പോകുന്നു. മാർപ്പാപ്പ ആയപ്പോൾ ഇങ്ങനെ ആയതല്ല. അച്ഛൻ പറഞ്ഞൊരു പോയിൻ്റ് വളരെ ഭംഗിയാണ്. കാരണം എളിമ ജീവിതത്തിൽ പരിശീലിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അച്ഛൻ വളരെ ഹൃദ്യമായ പങ്കുവയ്ക്കലുകളായിരുന്നു. പ്രത്യേകിച്ച് അച്ഛൻ്റെ ഒരുപക്ഷെ മണിമലയിലെ വീട്ടിൽ നിന്ന് പതിയെ വിശ്വാസത്തിൻ്റെ വഴികളിലേക്ക് അമ്മയുടെ അപ്പൻ്റെ ഒക്കെ സ്വാധീനത്തിൽ നടന്നു തുടങ്ങിയ വഴികൾ, ദൈവവിളി തിരിച്ചറിഞ്ഞ നിമിഷം, അതിനുശേഷം ദൈവം നടത്തിയ വഴികൾ എല്ലാം അച്ഛൻ പങ്കുവയ്ക്കുമ്പോൾ ഇതിലേറ്റവും ഭംഗിയായ അല്ലെങ്കിൽ ഏറ്റവും ഹൃദ്യമായ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, കർത്താവ് നടത്തുമെന്നുള്ള അച്ഛൻ്റെ ഉത്തമ ബോധ്യമാണ്. ഇത് കർത്താവ് വിളിച്ച വിളിയാണെന്നുള്ള അച്ഛൻ്റെ ആ ഒരിക്കലും മങ്ങാത്ത, ഒരിക്കലും കെട്ടുപോകാത്ത, ആളിക്കത്തുന്ന ഒരു ബോധ്യമാണ്, തീഷ്ണതയാണ് അച്ഛനെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ഈ തീഷ്ണതയിൽ എന്നും അച്ഛന് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. പ്രത്യേകിച്ച് CST സഭ കാത്തു സൂക്ഷിക്കുന്ന ആ വലിയ മുദ്രാവാക്യം അച്ഛൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ചെറിയവനാകാനും ചെറിയവരോടൊപ്പമായിരിക്കാനും ഒരു തീഷ്ണമതിയായ പ്രേക്ഷിതനായി ജീവിക്കാനും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ശാലോം TVയുടെ ജോഷു എന്ന ഈ പ്രോഗ്രാമിൽ ഈ 2 എപ്പിസോഡിലുമുള്ള അച്ഛൻ്റെ സാന്നിധ്യത്തിന് ഹൃദയം നിറഞ്ഞ പങ്കുവെക്കലുകൾക്ക് നന്ദി. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ.
ആഴക്കടലിൽ പോകുവിൻ.